അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നവംബർ 5-ന് നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രചരണ കോലാഹലങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ വീണ്ടും മത്സരിക്കുന്നു സ്ഥാനാർത്ഥിയായിട്ട്, ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായിട്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ഒരു തവണ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്നെ വീണ്ടും മുൻനിരയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ചെവിക്ക് വെടിയേറ്റത് ഡൊണാൾഡ് ട്രംപിന്. അത് സ്വന്തം പാർട്ടിക്കാരനായ ഒരു യുവാവാണ് വെടിവെച്ചത് എന്നത് അദ്ദേഹത്തെ സുരക്ഷാ സേന വെടിവെച്ചു കൊന്നു. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ഒരാൾ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചത്, ചെവിക്ക് വെടിയേറ്റത് എന്നിപ്പം വ്യക്തമായി കഴിഞ്ഞു. അതെന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ദുരൂഹമാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം ജോ ബൈഡൻ വീണ്ടും മത്സരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹവും നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡ് ചെയ്യുന്ന ട്രംപും തമ്മിലുള്ള ആദ്യ ടെലിവിഷൻ സംവാദത്തിൽ ബൈഡൻ പിന്നിലായി പോയി. അഭിപ്രായ വോട്ടെടുപ്പുകളിൽ ട്രംപ് മുന്നിലെത്തി എന്നതുകൂടെ വന്നതോടുകൂടി ജോ ബൈഡൻ്റെ 81 വയസ്സുള്ള ജോ ബൈഡൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. അദ്ദേഹത്തിന് വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ആവാനോ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനോ ആരോഗ്യം അനുവദിക്കുന്നില്ല. അദ്ദേഹം പിന്മാറണമെന്നുള്ള ആവശ്യങ്ങൾ ഡെമോക്രാറ്റ് കക്ഷികളിൽ തന്നെ സജീവമായിട്ട് വന്നു. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ചില ചരട് വരികൾ നടത്തുന്നുണ്ട്. ബൈഡൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറിയിട്ട് ഒരാൾ സ്ഥാനാർത്ഥിയാവണം എന്ന് പറയുമ്പോൾ നാച്ചുറൽ ചോയ്സ് ഒരു ഇന്ത്യൻ വംശജയിലേക്ക് വരികയാണ്. നിലവിലുള്ള അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിലേക്ക് വരിക. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ബൈഡനും സ്വയം തോന്നി തുടങ്ങി തൻ്റെ ആരോഗ്യം വീണ്ടും ഒരു പ്രസിഡൻസി മത്സരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് ബൈഡനും തോന്നി തുടങ്ങി. പിന്നെ ഡെമോക്രാറ്റ് പാർട്ടിക്കകത്ത് തന്നെ വലിയ സമ്മർദ്ദം, ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ ബൈഡന് മാറി നിൽക്കൂ, മറ്റൊരാൾ വരട്ടെ എന്നുള്ള സമ്മർദ്ദങ്ങൾ വരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന ചോയ്സാണ് കമല ഹാരിസ് എന്ന ഇന്ത്യൻ വംശജ. അപ്പൊ നാച്ചുറൽ ചോയ്സ് ബൈഡൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിന്റെ പ്രസിഡന്റ് ആയിട്ടല്ലേ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന നാച്ചുറൽ ചോയ്സ് കമല ഹാരിസ് ആയിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ അത് ഈ ഏറ്റവും ഒടുവിൽ ഒരു കൺവെൻഷനിൽ സംസാരിക്കവേ അദ്ദേഹം അത് വ്യക്തമാക്കി. അതായത് ഞാൻ മാറി നിന്നാൽ എൻ്റെ പാർട്ടി, ഡെമോക്രാറ്റ് പാർട്ടിയുടെ ചോയ്സ് ഫോർ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അത് കമല ഹാരിസ് ആയിരിക്കുമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഈ കാമ്പയിൻ ട്രയലിൽ ഞാനിപ്പോൾ പിന്മാറുന്നില്ല, പക്ഷേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ കാമ്പയിൻ ട്രയലിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കമല ഹാരിസ് വിൽ ബി ദ ചോയ്സ്. അടുത്ത പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഡെമോക്രാറ്റിന്റെ കമല ഹാരിസ് ആയിരിക്കും. അപ്പൊ ഇതോടുകൂടി കമല ഹാരിസ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിലെ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായി മാറാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല 59 വയസ്സുള്ള കമല ഹാരിസ് റേറ്റിംഗിൽ ഈ അടുത്ത ഇടയിൽ നടന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിൽ CNN നടത്തിയ വോട്ടെടുപ്പിൽ പോൾ അനുസരിച്ച് ട്രംപിനെ 47% പേര് പിന്തുണയ്ക്കുമ്പോൾ കമല ഹാരിസിനെ 45% പേര് പിന്തുണയ്ക്കുന്നുണ്ട് CNN പോളിന്. അതിൻ്റെ അർത്ഥം ബൈഡൻ പിന്നിലാണ്. അപ്പം ട്രംപിനോട് മത്സരിക്കാൻ ഡെമോക്രാറ്റുകളിൽ ഏറ്റവും യോഗ്യത കമല ഹാരിസിനാണെന്ന് ഈ CNN പോൾ തെളിയിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു എറർ, ഒരു 2 മുതൽ 5% വരെ എറർ ഫാക്ടർ ഇത്തരം പോൾ സർവേയിൽ ഉണ്ടാവും. അങ്ങനെ നോക്കിയാലും നെക്കായിട്ടാണ് ഡൊണാൾഡ് ട്രംപും കമല ഹാരിസ് നിൽക്കുന്നത്, ബൈഡൻ പിന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് ബൈഡൻ ഈ പ്രസിഡൻഷ്യൽ റേസിൽ നിന്ന് മാറിയിട്ട് കമല ഹാരിസ് കയറി വരാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ഇനി കമല ഹാരിസ് ആരാണ്? ഇപ്പൊ ഇന്ത്യൻ വംശജ എന്ന് പറഞ്ഞു. അതായത് 60 വർഷം മുമ്പ്
പഠിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോയ ശ്യാമള ഗോപാലന്റെ മകളാണ് കമല ഹാരിസ്. അപ്പൊ ഇതൊരു ചരിത്ര നിയോഗമാണ്. ഇപ്പോൾ ജോ ബൈഡൻ പിന്മാറിയാൽ, ആരോഗ്യ കാരണങ്ങളാൽ പിന്മാറിയാൽ, ദ നാച്ചുറൽ ചോയ്സ് ഈസ് നൺ അതർ ദാൻ കമല ഹാരിസ്. കമല ഹാരിസ് അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആകുമോ? ഡെമോക്രാറ്റിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവർ മാറുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി പ്രസിഡന്റ് ആകുമോ? ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിച്ച് പ്രസിഡന്റ് ആകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയായാൽ അത് മറ്റൊരു ചരിത്രം കുറിക്കില്ല. ഒരു ഇന്ത്യൻ വംശജ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയതുപോലെ ഒരു ഇന്ത്യൻ വംശജ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നു എന്നത് മാത്രമല്ല, ആദ്യമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്ന നോൺ വൈറ്റ്സ്, അങ്ങനെ പറയും, വൈറ്റ്സ് ആൻഡ് നോൺ വൈറ്റ്സ്, ഹിലരി ക്ലിന്റൺ, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഭാര്യ ഹിലരി ക്ലിന്റൺ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. വൈറ്റ്സ് ആണ് അവർ. നോൺ വൈറ്റ്സ് ആയിട്ട് ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളായിട്ട് മാറും കമല ഹാരിസ് എന്ന ഇന്ത്യൻ വംശജ. ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയതിനേക്കാളും ഒക്കെ ഇപ്പൊ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കി, ലേബർ അടുത്ത കാലത്ത് അധികാരത്തിൽ വന്നു, ഋഷി സുനക് പുറത്തായി. അതിനേക്കാൾ വലിയ മഹത്തായ ഒരു ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറും കമല ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ, US പ്രസിഡന്റ് ആയാൽ. അതിലേക്കുള്ള ഒരു വഴി തുറക്കലാണോ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ട്. ഔദ്യോഗികമായിട്ട് ജോ ബൈഡൻ പിന്മാറിയിട്ടില്ല. പിന്മാറിയാൽ നാച്ചുറൽ ചോയ്സ് കമല ഹാരിസ് ആണ് ഫോർ ദ പ്രസിഡൻഷ്യൽ റേസ്, മത്സരത്തിന് ട്രംപിനെതിരെ. ഇതൊരു ലോകത്തെല്ലാം ഉള്ള ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാം.